അപ്പൊ ബൈജു ഏതൊക്കെ സ്റ്റാർസിനെയാ കൂടുതൽ അനുകരിച്ച് ആൾക്കാരുടെ ശ്രദ്ധ നേടിയത്? ഈ സ്റ്റാഴ്സിന്റെ കാര്യം ഇമിറ്റേറ്റ് ചെയ്യാൻ ഞാൻ പണ്ട് നമ്മുടെ നാട്ടിലൊരു മിമിക്രിക്കാരുണ്ടായിരുന്നു, ചെറുതായിട്ടൊക്കെ ചെയ്യണം. മിമിക്രി ചാൻസ് വെച്ച് ഇറക്കുന്ന സമയം നമുക്കിങ്ങനെ ഒരു 3-4 സ്റ്റാർ കയ്യിൽ വെച്ചിട്ട് അത് ഒന്ന് ആളുകളുടെ മുമ്പിൽ ഒന്ന് പെർഫോം ചെയ്യുന്ന രീതിയിൽ. അപ്പൊ ഓഫർ ഏതൊക്കെയാ, ഏത് സ്റ്റാർസ് ഒക്കെ? ഞാൻ ഒന്ന് ശരിക്കും പറഞ്ഞെങ്കിൽ ബിരിയാണി ലിസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് 4 അവിടെ പറ്റുള്ളൂ. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒരു 4 ബാലേന്ദ്ര മേനോൻ, സുരേഷ് ഗോപി, ജയറാം. അപ്പൊ ഇത് ശരി, ഞാനിത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവർ എനിക്ക് ചാൻസ് തന്നാ. അപ്പൊ ഞാൻ ശരി ഞാനപ്പോൾ നമ്മൾ ഫുൾ ആക്ഷനൊക്കെ ഇട്ടിട്ടാണ് ഫസ്റ്റ് മധു അനൗൺസ് ചെയ്യാൻ പറഞ്ഞു. മധു അനൗൺസ് ചെയ്യാൻ, അതായത് മലയാള സിനിമയിലെ ഭാവാഭിനയ ചക്രവർത്തി മധു എന്ന് പറയുമ്പോൾ ഞാൻ തിരിഞ്ഞു വരുമ്പോണ്ടല്ലോ മറ്റേ മൈക്കിന് മുമ്പിൽ നിന്നിട്ട് എന്താണ് പറ്റി എന്ന് പറഞ്ഞ് എടുത്ത് ഞാൻ ആക്ഷൻ ഇട്ട് വരുന്നുള്ളൂ, വേറെ അടുത്തും വന്ന് എടുക്കും. അപ്പൊ ഞാൻ ചെയ്തോണ്ട് പോകും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ അതേപോലെ തന്നെ തിരിച്ചു പോകും. പിന്നെ അടുത്തത് ജയറാം. ഓക്കെ ശരി, ജയറാം എന്ന് പറഞ്ഞ് ഇതുപോലെ അടുത്ത മലയാള സിനിമയിലെ യുവതാരം ജയറാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ അയ്യോ എന്ന് പറഞ്ഞ അവൻ നിന്ന് എടുക്കുക, അതും ചീറ്റി പുള്ളി എടുക്കണത് എനിക്ക് അവസരം തന്നെ ഇല്ല. പിന്നെ ഞാൻ പോയി. പിന്നെ എടുക്കുന്ന ആളാരാ? നമ്മുടെ നാട്ടിലുള്ള ഒരാളാണ്. അല്ല, അയാളോട് പറഞ്ഞിട്ടുണ്ടായില്ല അപ്പൊ നീ ഇതൊക്കെ എടുക്കണം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കയറി എടുത്തിട്ട് ഞാൻ കയറി കയ്യടി അടിച്ചാൽ പുള്ളിക്കത് ചെയ്യണോ മനസ്സിലായോ? പുള്ളി കയറി എടുക്കണ്. അപ്പൊ അത് ശരിയാവില്ല, ഞാൻ എടുത്തില്ലെങ്കിൽ അത് ആൾക്കാർ അങ്ങനെയൊക്കെ പറയും പുള്ളി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാലേന്ദ്ര മേനോൻ, ഞാൻ തുള്ളിയൊക്കെ വരും പുള്ളി എനിക്ക് തൃപ്തിയായി. അപ്പൊ ഞാൻ അതുപോലെ തന്നെ തുള്ളിക്കൊണ്ട് തിരിച്ചു പോകും. അവസാനം അടുത്ത സുരേഷ് ഗോപി, ആദ്യം പറഞ്ഞേക്കണം. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ആക്ഷേടാന്നില്ല, ഓടി അങ്ങ് പുല്ലേ ഒരൊറ്റ സ്റ്റാറാണ് ചെയ്തത്. ഓടിച്ചെന്ന് ബൈക്ക് മേടിച്ചു. അങ്ങനെ നിങ്ങൾ രണ്ടുപേരോട് ചേർന്നിട്ടേ നല്ല 2 സഹൃദയരുടെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. മിട്ടാസ് MG ശ്രീമാൻ ഇന്റർവ്യൂ അല്ലേ? ഇത് ആരാ മിട്ടാസ്? JB ജംഗ്ഷൻ. അത് ചെയ്യണം അല്ലേ? അത് ചെയ്യണം. ചെയ്തു. ഞാൻ എന്തായാലും നേരത്തെ MG ശ്രീകുമാർ ചെയ്തതാണ്. ഒന്നും കൂടി ചെയ്യാം. മാന്യ പ്രേക്ഷകർക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയെ എത്തിയിരിക്കുന്നത് മലയാളത്തിന്റെ എക്കാലത്തെയും പേന ഇപ്പൊ തൽക്കാലം കയ്യിലില്ല. ഭാവസാന്ദ്ര ഗായകൻ MGയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഒരു പാട്ടോടുകൂടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പാട്ട് പാടാം. ഓക്കെ. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമാം മനതാരിക്കുളിരുന്നെൻ ബാല്യം, ആരോ നീട്ടിയ മഷിത്തണ്ടിൻ മുനയുള്ള കുളിരോർമ്മയാണെൻ്റെ ബാല്യം. MG, താങ്കളെപ്പറ്റി ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയാറ് ആളുകൾ. അത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. താങ്കളെപ്പറ്റി പ്രധാനപ്പെട്ടായിട്ട് പറയുന്നത് മരിച്ച വീട്ടിൽ പോയി പോലും തമാശ പറയാൻ ചങ്കൂറ്റമുള്ള ഒരേ ഒരു ഗായകൻ. അല്ലെ, എന്താണ് എനിക്ക് അത്? ഇത് എന്നെ പറ്റി പൂഴ്ത്തിയതാണോ എന്നെ പൂഴ്ത്തി പറഞ്ഞതാണോ? എന്തായാലും MGയെ സമ്മതിക്കണം. ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ലല്ലോ.